യോന ദൈവത്തെ സ്നേഹിച്ചു. ഇസ്രായേലിന്റെ അയൽ രാജ്യമായിരുന്നു നിനവെ. ആ രാജ്യത്തിലെ ജനങ്ങൾ വളരെ നീചന്മാരായിരുന്നു. ഒരു ദിവസം ദൈവം യോനയെ വിളിച്ച്, ഞാൻ അവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ഉടൻ തന്നെ നിനവയിലേക്ക് പോകേണ്ടതാണ്. അവിടുത്തെ ജനങ്ങളോട് നീ എന്നെക്കുറിച്ച് പറയണം. നിനവയിലേക്ക് പോകില്ലെന്ന് അയാൾ അവസാനം തീരുമാനിച്ചു. മറ്റൊരു പട്ടണത്തിലേക്ക് പുറപ്പെടാൻ ഒരു കപ്പൽ തയ്യാറായിരിക്കുന്നത് കണ്ടു. അയാൾ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങി. കപ്പൽ കുറെ ദൂരം പ്രയാണം ചെയ്ത ശേഷം ഒരു വലിയ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. വേറെ വഴിയൊന്നും കാണാതായപ്പോൾ കപ്പൽ ജോലിക്കാർ യോനയെ കപ്പലിൽ നിന്നും കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അടുത്ത നിമിഷം തന്നെ ഒരു വലിയ തിമിംഗലം വന്ന് യോനയെ വിഴുങ്ങി. 4-ാം ദിവസം തിമിംഗലം വായ തുറന്ന് യോനയെ കരയിലേക്ക് തുപ്പി. അതിനുശേഷം ദൈവം യോനയോട് സംസാരിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ ചെയ്യുക. നീ തീർച്ചയായും നിനവയിലേക്ക് പോയി ഞാൻ ഏൽപ്പിച്ച ദൌത്യം പൂർത്തിയാക്കണം. യോന നിനവയിലേക്ക് പോയി. നിനവയിലെ ജനങ്ങൾ മാറിയതായി ദൈവം മനസ്സിലാക്കി. നിനവയെ നശിപ്പിക്കില്ല എന്ന ദൈവത്തിന്റെ തീരുമാനത്തോട് യോന യോജിച്ചില്ല. യോനയുടെ ചിന്തയെക്കുറിച്ചറിഞ്ഞ ദൈവം അയാളോട് സംസാരിച്ചു. യോന, നീ എന്തുകൊണ്ടാണ് ദുഃഖിതനായിരിക്കുന്നത്? ചെയ്ത തെറ്റുകൾ തിരുത്തുവാൻ ഞാൻ എല്ലാവർക്കും മറ്റൊരവസരം കൂടി നൽകും. എന്റെ ജനങ്ങളെ ശിക്ഷിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല.